ഇടതുകോട്ട എന്ന് പറയപ്പെടുന്ന ആറ്റിങ്ങൽ ഒന്ന് ആഞ്ഞു തള്ളിയാൽ തകരുമെന്നും ഇടതുഭരണത്തിൽ ജനങ്ങൾക്ക് ദുരിതം മാത്രമാണുള്ളതെന്നും വി മുരളീധരൻ. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി സുധീറിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുരളീധരൻ. ആറ്റിങ്ങലിൽ ദേശീയപാത അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത് മോദി സർക്കാരാണെന്നും മുരളീധരൻ പറഞ്ഞു. ആറ്റിങ്ങൽ മണ്ഡലം CPMന്റെ വലിയ ശക്തി കേന്ദ്രമാണ്, ഇടതുപക്ഷത്തിന്റെ വലിയ കോട്ടയാണ് എന്നൊക്കെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മളെല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ CPMന്റെ കോട്ട എന്ന് പറയുന്നത് ആഞ്ഞു തള്ളിയാൽ പരിപൂർണമായും നിലം പതിപ്പിക്കാൻ കഴിയുന്നതാണ് എന്ന് നമ്മൾ തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഒരുപക്ഷെ ഞാൻ തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നമുക്ക് 6000 വോട്ടിൻ്റെ ലീഡ് കിട്ടുമെന്നുള്ളത്. നമുക്ക് ഒന്നാം സ്ഥാനത്ത് വരാൻ ശ്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമായും നമുക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു മുന്നേറ്റം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കും എന്ന് നമ്മൾ തന്നെ ഒരുപക്ഷെ പൂർണ്ണമായും കരുതിയിരുന്നില്ല. ഞാനിത് പറയാൻ കാരണം ജനങ്ങൾ എത്രമാത്രം ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി നടത്താൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 65 കൊല്ലമായിട്ട് കേരളത്തിൽ മാറി മാറി രണ്ട് മുന്നണികൾ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. CPMന്റെ നേതൃത്വത്തിലുള്ള മുന്നണി, അതിനുശേഷം കോൺഗ്രസ് മുന്നണി. ബഹുമാനിയായിട്ടുള്ള ധനകാര്യമന്ത്രി പാർലമെന്റിൽ നൽകിയ മറുപടിയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, കേരളത്തിന് നൽകാൻ 312 കോടി രൂപ കേന്ദ്ര സർക്കാർ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് 312 കോടി രൂപ മാറ്റിവെച്ചിട്ട് ആ പണം വാങ്ങിയെടുക്കാനുള്ള നടപടിക്രമങ്ങൾ പോലും തുടങ്ങിവെക്കാൻ, അത് പൂർത്തിയാക്കാൻ കേരളത്തിലെ സർക്കാരിന് സാധിച്ചില്ല. അതിന്റെ ഫലമായിട്ട് കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന 312 കോടി രൂപ കേരളത്തിന് ലഭ്യമാകാതെ പോയി. ഇലകമൺ സതീശൻ അധ്യക്ഷനായിരുന്നു. റജികുമാർ, അജി SRM, അനിൽ ആറ്റിങ്ങൽ, സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു.